ഈ മുകേഷേട്ടൻ എന്നെ പറ്റി കഥ പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ. മുകേഷേട്ടൻ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ. എല്ലാവരും എല്ലാ പടത്തിലും കാണും. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യം വെക്കാറ്. അപ്പൊ ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സിനിമയുടെ ആരെ കൊടുക്കുന്ന സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം. ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ അവര് വലിയുണ്ട്. അപ്പൊ മുകേഷേട്ടൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. നോക്കുന്നു, ഒരു പേപ്പർ എടുത്തു. എന്താ ഋഷി എന്തെന്ന് എഴുതുന്നതാണ് ഋഷി. എല്ലാവരും എന്നെ കളിയാക്കുന്നു ഋഷി. എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു ഋഷി. അറിയില്ല, നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ. എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുമോ മുകേഷ് പാട്ട് എഴുതുന്നത് പാട്ട് എഴുതാൻ നാടില്ല, എനിക്ക് വയറാമെന്നാണ് വിചാരം എന്നൊക്കെ പറയും. അപ്പോഴേ എനിക്ക് സെന്റിമെന്റ്സ് വരും. നമ്മൾ ആരും പറഞ്ഞു മുകേഷ് പറഞ്ഞാൽ പിന്നെ ഇവരാണ് തീരുമാനിക്കുന്നത്. മുകേഷ് എഴുതി എന്റെ കാഴ്ച കേൾപ്പിക്കും. ഞാനൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ഒരാളായിട്ട് നിൽക്കുക. അപ്പോഴീ ഒന്നിന്റെ സ്വഭാവത്തെ കുറിച്ച് മറന്നു തോന്നുന്നു. പിന്നെ ഞാൻ പറ്റി പോകും. ശരി പക്ഷേ ഇത് കളിയാക്കത്തില്ല, കളിയാക്കത്തില്ല. തിരുനെല്ലി കാട് പൂത്തു തിന്ന കിളി ഇറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. ഒന്ന് സൂപ്പറായിരിക്കുന്നു ചോദിച്ചത്. അയ്യോ നല്ല കുറച്ച് പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു. അതെ, പക്ഷെ ഞാൻ അവരുടെ അടുത്തോണ്ട് പേപ്പർ അയച്ചോട്ടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കളിയാക്കുന്നില്ല. നമ്മൾ വിളിച്ചിട്ട് അവരൊന്നും ഭാഗം വിളിച്ചിട്ടാ. ഞാൻ ട്യൂൺ ചെയ്യട്ടെ ചേട്ടാ. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. ഒരാൾ എന്റെ നാമക്കേട്. അപ്പൊ ഞാൻ ശരിയാ ഞാൻ പലരും തിരുനെല്ലിക്കാട് പൂത്തു തിന്ന സൂപ്പറായിരിക്കുന്നല്ലോ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉറച്ചി. ഇത് ഉറച്ചി ചോരെ കാണിക്കല്ലേ. എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഉറച്ചി. നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആക്കുവാണ്. അപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട ഉപേക്ഷിക്കുന്ന പാട്ട് ഇല്ല അവരുടെ അറിയാം കേട്ടോ. ബഹുമാനങ്ങൾ മാത്രം ഡയലോഗ് ഏതാണെന്ന് നോക്ക്. മുകേഷിന്റെ പാട്ട് നോക്കി നടക്കാതെ അവൻ ഞാനിത് വെച്ചു. ഞാൻ സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എറണാകുളത്ത് പോവാ വേറെ പടത്തിന്റെ ഷൂട്ടിങ്. വണ്ടി കയറിയപ്പോൾ നേരത്തെ വന്ന കുട്ടപ്പൻ, അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പന്റെ വണ്ടിയാണ്. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും. ഭയങ്കര സ്പീഡാണ്. ഇതിനോട് 5 മിനിറ്റ് പറഞ്ഞു കുട്ടപ്പ പാട്ട് കുറെ പാട്ട് കഴിക്കാൻ വന്ന് അടുത്തത് നല്ലൊരു പാട്ട് കാസറ്റാ. യേശുദാസും ഇത് ഉയർന്ന് ആരംഭിക്കുന്ന ഗാനം. എന്നിട്ട് നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ. ദാസേട്ടും വേറെ പാട്ട് ഞാൻ പാട്ട് ചെയ്തത് ഇന്നലെ മുകേഷിന്റെ പാട്ട് ഇന്ന് ചെയ്യുന്നില്ല. പാട്ട് മുകേഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് കൊണ്ടുപോകുന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടി ഇങ്ങനെ എനിക്ക് മോനൊക്കെയായിട്ട് സഹിക്കാൻ പാട്ടിനെ കുറിച്ച് 4 ദിവസം കഴിഞ്ഞ് പോകണം. ഫ്രണ്ട് മുകേഷിനെ കാണാൻ എല്ലാവർക്കും മുകേഷ് എന്ത് പറഞ്ഞ് തോൽപ്പിക്കാൻ ഒന്നും പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാൽ നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളുടെ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിന്തിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അപ്പം പറ്റിക്കാൻ പറ്റില്ല. ഞാൻ തോറ്റു പോവുകയാണ്. ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പാട്ടോടെ മുകേഷിന് ഓരോരുത്തർ അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് അപ്പോഴേ അറിയാൻ വേറെ സിനിമയിലെ പാട്ടോ ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അത് ഈ പടത്തിൽ മുകേഷെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ലൊക്കേഷൻ കാരണം ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാൻ സത്യത്തിൽ കുറെ കഥ കേൾക്കാം. നമ്മളെ തന്നെ പരിഹസിക്കും, നമ്മളെ തന്നെ പറ്റിക്കും. എന്നാലും കൂടെ നമ്മൾ കഥ കേൾക്കും.